ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിനായിട്ട് ഞാനൊരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ അവലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവൽ നമുക്ക് നല്ലതുപോലെ ഈ നെയ്യിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ കൈകൊണ്ടൊന്ന് പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ അവലൊന്ന് പൊടിഞ്ഞ് കിട്ടണ ആ ഒരു പരുവം വരെ ഇതൊന്ന് വറുത്തെടുക്കണേ. പിന്നെ നമ്മൾ ഇതേപോലെ അവൽ വറുക്കാൻ വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 200 ഗ്രാം ശർക്കര ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ അവലിലേക്ക് ഈ ശർക്കരപ്പാനി ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. നമ്മൾ ഒരു കപ്പ് വെള്ളമല്ലേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് തിക്കായിക്കോളും. കണ്ടില്ലേ, ഇപ്പം തന്നെ ഇതൊന്ന് നമുക്ക് തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഈ ടൈമിൽ വേണം കേട്ടോ നമ്മൾ പാല് ചേർത്ത് കൊടുക്കാൻ. നമുക്ക് പശുവും പാലോ തേങ്ങാപ്പാലോ ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ തേങ്ങയായിരുന്നു കേട്ടോ, അതിൻ്റെ പകുതി ഭാഗമൊന്ന് ചിരണ്ടിയിട്ട് പാല് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒന്നാം പാല് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് രണ്ടാം പാല് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇത് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ പായസത്തിന് ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും ഒരു 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചുക്ക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതൊന്ന് തിളച്ച് വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. നമ്മളിത് അവൽ മാത്രം ചേർത്ത് പായസം തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും ഒന്ന് വെള്ളം അവലൊക്കെ ആയിട്ടൊന്ന് വേറിട്ട് കിടക്കും കേട്ടോ. കുറച്ച് അരിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസം നല്ലതുപോലെ ഒരു കുറുകിയ രൂപത്തിലായിട്ട് കിട്ടുമേ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു കപ്പാക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. അത് ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ അരിപ്പൊടി ഒഴിച്ച് കൊടുത്തിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ പായസം നല്ലതുപോലെ ഒന്ന് കുറുകി വരുവേ. കണ്ടോ, ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. നമ്മുടെ ഈ പായസത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്നും കൂടി ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാലില്ലേ, 1.5 കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തിരിക്കുന്ന ഒന്നാം പാലും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒത്തിരി നേരം അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ആ സമയം നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അവൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ഒന്ന് നെയ്യിൽ വറുത്തതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി കൂടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്ത രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.